വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ഗുരുഭക്തർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഉഷാ വിജയരാഘവൻ. ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ഓം ശ്രീ ശരതമ്പയേ നമ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. മഹാഗുരുവിൻ്റെ മധുരവാണികൾ കേട്ട് സുഹൃതികളാകുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത പ്രണാമം. ഒരു സന്തോഷവാർത്തയുമായിട്ടാണ് വോയിസ് ഓഫ് ഗുരു ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. ഇന്നു മുതൽ തുടർന്നുള്ള എല്ലാ ഞായറാഴ്ചകളിലും ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്തായ ശിവസ്തോത്രങ്ങളെക്കുറിച്ചുള്ള ലഘുവായ അർത്ഥവ്യാഖ്യാനം വോയിസ് ഓഫ് ഗുരുവിൽ കൂടി നിങ്ങൾക്ക് ശ്രവിക്കാവുന്നതാണ്. അങ്ങനെ ഓരോ കൃതികളുടെ ആശയം ഗ്രഹിക്കുന്നതിനും അത് മനനം ചെയ്യുന്നതിനുമുള്ള ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. അതുവഴി ഓരോ ഗുരുകൃതികളിലും ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം ഗ്രഹിക്കുവാനും അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ കുടുംബജീവിതത്തിലെ ദുരിതങ്ങളെ അകറ്റുവാനും സാമൂഹിക ജീവിതം മെച്ചപ്പെടുത്തുവാനും ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ശിവകുടുംബത്തെ ആധാരമാക്കിയാണ് മഹാഗുരുവിൻ്റെ ഭൂരിഭാഗം സ്തോത്രകൃതികളും രചിക്കപ്പെട്ടിരിക്കുന്നത്. ശിവകുടുംബ സങ്കല്പത്തിൽ ശിവൻ, പാർവതി, ഗണപതി, സുബ്രഹ്മണ്യൻ എന്നിവരാണ് ഉൾപ്പെടുന്നത്. പിതാവും മാതാവും 2 മക്കളും അടങ്ങിയ ഒരു സന്തുഷ്ട കുടുംബമാണ് ശിവകുടുംബം. ഇതിൽ ഓരോരുത്തർക്കുമായി ഗുരു സ്തുതികൾ രചിച്ചിട്ടുണ്ട്. ഗുരുകൃതികൾ ഭക്തിപൂർവ്വം ആലപിച്ചും മനനം ചെയ്ത് അർത്ഥം ഗ്രഹിച്ചും ഉപാസന ചെയ്താൽ അത് വ്യക്തിയുടെ ആത്മീയ വികാസത്തിന് വഴിതെളിക്കും. ആത്മീയമായ വികാസം ഭക്തിയും ജ്ഞാനവും ചേർന്ന് സൃഷ്ടിക്കുന്ന വികാസമാണ്. തമിഴ് ഭക്തപണ്ഡിതനായ തിരുനാവുക്കരശർ തേവാരങ്ങളിൽ പറയുന്ന ഒരു വഴിയുണ്ട്. വിറകിൽ തീയ് പോലെയും പാലിൽ നെയ്യ് പോലെയും ഈ കാണുന്ന പ്രപഞ്ചമാകെ ശിവൻ നിറഞ്ഞിരിക്കുന്നു. പാലിൽ നിന്ന് വെണ്ണ കടയും പോലെ സ്വന്തം അന്തരംഗം കടഞ്ഞാൽ ശിവസാന്നിധ്യം അകമേ അറിയാൻ സാധിക്കുമെന്നാണ് തിരുനാവുക്കരശർ പറയുന്നത്. അങ്ങനെ കടയാൻ ഒരു കടകോൽ വേണം. ഉപാസകനും ശിവനുമായുള്ള ബന്ധമാണ് അവിടുത്തെ കടകോൽ. എല്ലാവരിലും ഈ കടകോൽ ഉണ്ട്. ഒന്നുകിൽ ഭഗവാനോട് ദാസ്യം, അല്ലെങ്കിൽ ഭൃത്യം, വാത്സല്യം, മാധുര്യം, മാതൃപിതൃഭാവങ്ങൾ, ബന്ധുത്വം. അങ്ങനെ ഏതാണ് തൻ്റെ ഉള്ളിൽ ഭഗവാനോടുള്ള ബന്ധമെന്ന് ഓരോരുത്തരും സ്വയം കണ്ടെത്തണം. എന്നിട്ട് ആ ഭാവത്തെ കടകോൽ പോലെ ഉറപ്പിച്ച് ഭക്തിയും ജ്ഞാനവുമാകുന്ന കയർ ചുറ്റി വലിച്ച് ഉള്ളം കടയണം. അപ്പോൾ വെണ്ണ പൊന്തി വരും പോലെ ശിവാനന്ദം ഉള്ളിൽ ഉയർന്നു വരും. ഭക്തിയിലൂടെ ഭഗവാനെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചും ജ്ഞാനം ഭഗവാനിൽ നിന്ന് വലിച്ചെടുത്തുമാണ് കടയേണ്ടത്. തിരുനാവുക്കരശർ മുന്നോട്ട് വയ്ക്കുന്ന ഈ മാർഗമാണ് ഗുരുകൃതികളിൽ കാണുന്ന ഉപാസനാ മാർഗം. അത് സ്വീകരിക്കാൻ തയ്യാറുള്ളവർക്ക് ഗുരുകൃതികളെ ഉപാസനയ്ക്ക് ഉപയോഗിച്ച് ആത്മീയ ഉന്നതിയും അതിലൂടെ ഭൗതികമായ വളർച്ചയും നേടാൻ സാധിക്കും. വിപുലമാണ് ഗുരുവിൻ്റെ ശിവോപാസന സ്തോത്രങ്ങൾ. വൈരാഗ്യപ്രാപ്തിക്കായുള്ള കേണുവിളികളും സ്വയം മനനം ചെയ്യലും ത്യാഗപൂർണമായ ജീവിതശൈലി സ്വീകരിച്ച് ഭക്തിയോടുകൂടിയുള്ള ഒരു തീർത്ഥാടനവുമാണ് ശിവകൃതികളിൽ കാണപ്പെടുന്ന പൊതുസ്വഭാവം. ശിവപ്രസാദ പഞ്ചകം, സദാശിവദർശനം, ശിവശതകം, അർദ്ധനാരീശ്വരസ്തവം, വൈരാഗ്യദശകം അഥവാ മനനാതീതം, ചിജ്ജടചിന്തനം, കുണ്ടലിനിപ്പാട്ട്, ഇന്ദ്രിയ വൈരാഗ്യം, ശിവസ്തവം അഥവാ പ്രപഞ്ചസൃഷ്ടി, കോലതീരേശസ്തവം, സ്വാനുഭവഗീതി, പിണ്ടനന്ദി, ചിദംബരാഷ്ടകം, തേവാരപ്പതികങ്ങൾ എന്നിവയാണ് ഗുരുവിൻ്റെ ശൈവമാർഗ ഉപാസനാകൃതികൾ. പ്രപഞ്ച വിഷയങ്ങളിൽ വിരക്തി വളർത്തി ശിവനിലേക്ക് ആകർഷിക്കുന്ന കൃതികളാണ് ശിവപ്രസാദ പഞ്ചകവും സദാശിവദർശനവും. അതിൽ സദാശിവദർശനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. 10 ശ്ലോകങ്ങൾ അടങ്ങുന്ന ഒരു ശിവസ്തോത്രമാണ് സദാശിവദർശനം. ഭൂമി തത്വത്തിൽ നിന്ന് ആകാശതത്വത്തിലേക്ക് ഉയരുന്ന സാധനാമാർഗമാണ് സദാശിവദർശനം. ഭൂമി തത്വത്തിലാണ് കാഞ്ചീപുരത്തെ ഏകാംബരേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിനടുത്തു തന്നെ കാഞ്ചീപുരത്തെ ശ്രീനാരായണ മഠവും ഉണ്ട്. ഭൂമി തത്വത്തിൽ നിന്നുകൊണ്ട് മുകളിലേക്ക് നോക്കി ശിവനെ പ്രാർത്ഥിക്കുന്ന ഒരു തത്വമാണ് സദാശിവദർശനത്തിൽ അടങ്ങിയിരിക്കുന്നത്. സദാശിവദർശനം എല്ലായ്പ്പോഴും മംഗളസ്വരൂപനായിരിക്കുന്ന ശിവനെ മനസ്സിൽ അല്ലെങ്കിൽ ചിത്രത്തിൽ ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഭഗവാൻ സദാശിവനെ ദർശിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ എഴുതിയ ഒരു വിശിഷ്ടമായ കൃതിയാണ് ഇത്. അരുവിപ്പുറത്ത് ഗുരു കഠിനമായ തപസ് അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന കാലത്താണ് ഈ കൃതി രചിക്കപ്പെട്ടത് എന്ന് വിശ്വസിച്ചു പോരുന്നു. ഓരോ വരിയിലും 16 അക്ഷരങ്ങൾ വീതമാണ് ഉള്ളത്. വളരെയധികം ശ്രദ്ധയോടും ഏകാഗ്രതയോടും കൂടി വേണം ഈ കൃതി ചൊല്ലുവാൻ. ഭക്തിയുടെ തുടക്കത്തിൽ വേണ്ടത് ഏകാഗ്രതയും ശ്രദ്ധയുമാണ്. മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥനയുടെ ഏകാഗ്രതയും ശ്രദ്ധയും ഉറപ്പുവരുത്തുവാൻ ആവർത്തിച്ചാവർത്തിച്ചു വരുന്ന അക്ഷരങ്ങൾ കൊണ്ട് ഭഗവാൻ ഇവിടെ ചില ജാലവിദ്യകൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. കോലതീരശസ്തവത്തിലും ഭഗവാൻ, പരമേശൻ തുടങ്ങിയ വാക്കുകൾ കൊണ്ട് ഭഗവാൻ ഈ ആവർത്തനം കാണിക്കുന്നുണ്ട്. സദാ മംഗള സ്വരൂപമായി വിളങ്ങുന്ന പരമാത്മാവിൻ്റെ പ്രതീകമായി ശിവനെ ഇഷ്ടദേവതാരൂപത്തിൽ അംഗീകരിച്ച് ഈ സ്തോത്രം ചൊല്ലി ഉപാസിക്കാവുന്നതാണ്. ഇന്ദ്രിയാനുഭവത്തിലൂടെയാണ് നമ്മൾ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നത്. അതേ ഇന്ദ്രിയാനുഭവത്തിലൂടെയാണ് നമ്മൾ ഈശ്വരനെ അനുഭവിക്കാൻ ശ്രമിക്കുന്നതും. ഇന്ദ്രിയാനുഭവം ഇല്ലാതാകുമ്പോൾ മാത്രമാണ് ഈശ്വരാനുഭവം ഉണ്ടാകുന്നത്. അഥവാ ഇന്ദ്രിയാനുഭവങ്ങളെ മറികടക്കുമ്പോഴാണ് ഈശ്വരാനുഭവം സാധ്യമാകുന്നത്. ഭക്തിയുടെ തുടക്കത്തിൽ ശ്രദ്ധയും ഏകാഗ്രതയും നിലനിർത്താനായിട്ട് ഗുരു തുടക്കത്തിൽ തന്നെ ഒരു പ്രത്യേക തരത്തിലാണ് ഈ കൃതി രചിച്ചിരിക്കുന്നത്. അങ്ങനെ ഇഷ്ടദേവതാമൂർത്തിയുടെ മുമ്പിൽ ഏകാഗ്രപ്പെടുന്ന മനസ്സ് ബ്രഹ്മദർശനത്തിന് പാത്രമായി തീരും. മനസ്സിൻ്റെ വിഷയവാസന നശിപ്പിച്ച് സദാശിവരൂപത്തിൽ ഭക്തി വളർത്തി സത്യസ്വരൂപത്തോട് ഇണക്കിച്ചേർക്കണമെന്നാണ് 1-ാം പദ്യത്തിൽ തന്നെ ഭക്തൻ ആവശ്യപ്പെടുന്നത്. ഇനി 1-ാമത്തെ പദ്യം ഒന്ന് ചൊല്ലാം. സദാശിവദർശനം ശ്ലോകം 1. മണം തുടങ്ങി എണ്ണി മണ്ണിലുണ്ണുമെണ്ണമൊക്കെയറ്റിണങ്ങി നിൽക്കുമുൾക്കുരുന്നുരുക്കി നെക്കി നക്കിടും ഗുണം നിറഞ്ഞ കോമളക്കുടത്തിലന്നുമിന്നുമിന്നിണങ്ങളങ്ങുമിങ്ങുമെങ്ങുമില്ല നല്ല മംഗളം. ഇതാണ് ആ പദ്യം. മണം തുടങ്ങി എണ്ണി എന്ന് പറഞ്ഞാൽ മണം ഗന്ധം. ഭൂമിയുടെ ഗുണത്തെയാണ് ഗന്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഗന്ധം തുടങ്ങി ജ്ഞാനേന്ദ്രിയ അനുഭവങ്ങൾ ഓരോന്നും ഒഴിഞ്ഞൊഴിഞ്ഞ് അതിനെയാണ് മണം തുടങ്ങി എണ്ണി എണ്ണി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഭൂമിയെ ഗുണമായിരിക്കുന്ന ഗന്ധം തുടങ്ങിയ ജ്ഞാനേന്ദ്രിയ അനുഭവങ്ങൾ ഓരോന്നും ഒഴിഞ്ഞ് അങ്ങനെ ഗന്ധം, രസം, രൂപം, സ്പർശം, ശബ്ദം തുടങ്ങിയ ഇന്ദ്രിയാനുഭവങ്ങളെല്ലാം നമ്മിൽ നിന്ന് ഒഴിഞ്ഞ് മണ്ണിൽ ഉണ്ണും എണ്ണമൊക്കെ, ഉണ്ണുക, അനുഭവിക്കുക എന്നാണ് ഇവിടെ അർത്ഥമാക്കേണ്ടത്. മണ്ണ് എന്ന് പറയുന്നത് ജഡമാണ്, അല്ലെങ്കിൽ ശരീരമാണ്. ഈ ജഡാനുഭവം നൽകുന്ന ഇന്ദ്രിയ വിഷയങ്ങൾ ഓരോന്നും എണ്ണി എണ്ണി ഒടുക്കി എന്നാണ് മണ്ണിൽ ഉണ്ണും എണ്ണമൊക്കെ എന്ന് പറഞ്ഞാൽ അർത്ഥം. അറ്റ് ഇല്ലാതായി. അതായത് ഇന്ദ്രിയാനുഭവങ്ങളെല്ലാം പോയി കഴിയുമ്പോൾ ഇണങ്ങി നിൽക്കും ഉൾക്കുരുന്ന്. ആരോട് ഇണങ്ങി നിൽക്കുന്നു? ഭഗവാനോട് ഇണങ്ങി നിൽക്കുന്നു. ഉൾക്കുരുന്ന് മനസ്സ്. ഉരുക്കി നെക്കി നക്കിടും എന്ന് പറഞ്ഞാൽ ഭഗവാനോട് അനുകൂലമായ മനസ്സ് നമ്മിൽ ഉണ്ടാകുമ്പോൾ ആ മനസ്സിനെ എന്തു ചെയ്യുന്നു ഭഗവാൻ? ആ മനസ്സിനെ ഉരുക്കി നെക്കി നക്കിടും, തപിപ്പിച്ച് ഉരുക്കുന്നു. അതായത് നമ്മുടെ അന്ധക്കരണം തപിപ്പിച്ച് പിഴിഞ്ഞെടുക്കും പോലെ തന്നിലേക്ക് ലയിപ്പിക്കുന്നു. ഒരു മാമ്പഴത്തിൻ്റെ രസം എങ്ങനെയാണോ ഒരാൾ ആസ്വദിച്ച് കഴിക്കുന്നത്, അതുപോലെ ശിവൻ ആ ഭക്ത മനസ്സിനെ രസിച്ച് തന്നോട് ലയിപ്പിക്കുന്നു. ഗുണം നിറഞ്ഞ കോമളക്കുടത്തിൽ, ത്രിഗുണാത്മകമായ സുന്ദര സ്വരൂപത്തിൽ, അന്നുമിന്നും ഒരു കാലത്തും അങ്ങുമിങ്ങും ഒരിടത്തും നിണങ്ങളില്ല. നിണമെന്ന് പറഞ്ഞാൽ ചോര. നിണങ്ങളില്ല. രജോ തമോ ഗുണങ്ങളുടെ അമംഗളങ്ങൾ ഇല്ല. നല്ല മംഗളം ശുഭസ്വരൂപമായി കാണപ്പെടുന്നു. ചെവി ശ്രോതേന്ദ്രിയമാണ്. ഇവിടെ ആകാശതത്വത്തിൽ നിൽക്കുന്നത് ശ്രോതേന്ദ്രിയമാണ്. നമ്മുടെ ശരീരത്തിലെ വായുതത്വം ത്വക്കാണ്. അഗ്നിതത്വം കണ്ണ്, രസതത്വം നാവും, ഗന്ധതത്വം മൂക്കും ആണ്. ഭൂമി തത്വത്തിൽ നിൽക്കുന്ന ഗന്ധത്തെ സ്വീകരിക്കാനുള്ള ഇന്ദ്രിയമാണ് മൂക്ക്. ഇന്ദ്രിയങ്ങളിലൂടെ മാത്രം ഈ പ്രപഞ്ചത്തെ അറിയുന്നത് നമ്മുടെ പരിമിതിയാണ്. അതുകൊണ്ടാണ് ഭക്തി തുടങ്ങേണ്ടത് ഇന്ദ്രിയാനുഭവങ്ങളിലൂടെയാണ് എന്ന് പറയുന്നത്. ആ ഇന്ദ്രിയാനുഭവങ്ങളിൽ ഏറ്റവും താഴെ നിൽക്കുന്നത് ഗന്ധമാണ്. അതുകൊണ്ടാണ് മണം തുടങ്ങി എണ്ണി എണ്ണി എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഭൂമി ഗുണമായ ഗന്ധം തുടങ്ങിയ ജ്ഞാനേന്ദ്രിയ അനുഭവങ്ങൾ ഓരോന്നും എണ്ണി ഒടുങ്ങണം.
ജ്ഞാനേന്ദ്രിയ വിഷയങ്ങളെ ഇല്ലാതാക്കണം. അതിനായിട്ട് ശമധമാദികൾ ആചരിക്കണം. അങ്ങനെ ജഡാനുഭവങ്ങൾ നൽകുന്ന ഇന്ദ്രിയ വിഷയങ്ങൾ ഓരോന്നും മണം തുടങ്ങി, അതായത് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഇവയാണ് പഞ്ചഭൂതങ്ങൾ. ഇവയ്ക്ക് ഓരോന്നിനും ഓരോ ഗുണങ്ങളാണ് ഉള്ളത്. പഞ്ചഭൂത ഗുണങ്ങളായ ഗന്ധം, രസം, രൂപം, സ്പർശം, ശബ്ദം തുടങ്ങിയ മറ്റെല്ലാ അനുഭവങ്ങളും ഇണങ്ങി നിൽക്കും ഉൾക്കുരുന്ന്, അതായത് നമ്മുടെ മനസ്സ് ഭഗവാനോട് ഇണങ്ങി നിൽക്കും. അങ്ങനെ ശിവനോട് അടുത്തു കഴിഞ്ഞാൽ ഉൾക്കുരുന്ന് ഉരുകാൻ തുടങ്ങും. ഭഗവാൻ അഗ്നിശൈലമാണ്, അതായത് ചുട്ടുപഴുത്ത ഒരു അഗ്നിഗോളമാണ് ഭഗവാൻ. അത് അറിവാണ്. അറിവിൻ്റെ രൂപത്തിൽ നിൽക്കുന്ന ഭഗവാനാണ് അഗ്നി സ്വരൂപമായിട്ട് വന്നു നിൽക്കുന്നത്. അങ്ങനെയുള്ള ശിവൻ്റെ അടുക്കലേക്ക് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ ഉൾക്കുരുന്ന് അടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളം ഉരുകാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ പൂർവ്വജന്മവാസനകൾ ഒക്കെ ഉരുകി ഉരുകി മനസ്സ് സമാധി അനുഭവത്തിൽ ലയിച്ചു ചേരുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, ഒരു പഴമെടുത്ത് പിഴിഞ്ഞ് അതിൻ്റെ സത്ത് ഊറ്റിയെടുക്കുന്നത് പോലെ നമ്മെ നെക്കി നക്കിടും. ശിവനിലേക്ക് നമ്മെ അവൻ ലയിപ്പിക്കുന്നു. ഗുണം നിറഞ്ഞ കോമളക്കുടത്തിലന്നുമിന്നും ഇണങ്ങളങ്ങുമിങ്ങുമെങ്ങുമില്ല നല്ല മംഗളം. ഇന്ദ്രിയാനുഭവങ്ങൾ അറ്റുകഴിഞ്ഞാൽ മനസ്സിൽ, അതായത് ആ തെളിഞ്ഞ ചിത്തത്തിൽ ഭഗവാനെ കാണാവുന്നതാണ്. അങ്ങനെ ഭഗവാനെ കാണാവുന്ന ചിത്തത്തിൽ ആ കറുത്ത ശിവലിംഗം അല്ലെങ്കിൽ ആ ശിലാരൂപം മാറി അകവും പുറവും കാണാവുന്ന സ്ഫടികലിംഗം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. അതായത് ഇന്ദ്രിയാനുഭവങ്ങൾ അറ്റുകഴിഞ്ഞാൽ ഭൂമി തത്വത്തിൽ നിന്ന് ശിവസ്വരൂപം ജലതത്വത്തിലേക്ക് മാറും എന്നർത്ഥം. ഇതെല്ലാം അനുഭവപ്പെടുന്നത് നമ്മുടെ അന്തരംഗത്തിലാണ്. ക്രമേണ നമ്മുടെ ഉള്ളം കോമളക്കുടമായി മാറുന്നു. ആദ്യം ജഡാനുഭവങ്ങളിലാണ് നിൽക്കുന്നത്. ഈ അവസ്ഥയിൽ ഇന്ദ്രിയ വിഷയങ്ങളെ മാത്രമേ അതിനെ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഒന്നൊന്നായി എണ്ണി എണ്ണി ഒടുക്കി ഇന്ദ്രിയാനുഭവത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഗുണം നിറഞ്ഞ കോമളക്കുടം നമ്മിൽ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഒരു സ്വരൂപമായിട്ട്, ജലസ്വരൂപമായിട്ടുള്ള ശിവൻ നമ്മുടെ ഉള്ളിൽ കാണുവാൻ തുടങ്ങും. അത് ഒരിക്കലും ഒരിടത്തും മാറാത്ത, യാതൊരു വിധ കളങ്കവും പുരളാത്ത സദാശിവരൂപമാണ്. അതാണ് ഭഗവാന്റേത്. ആ അനുഭവത്തിൽ ആപത്തുകൾക്കോ ഭാവിക്കോ ഭൂതത്തിനോ വർത്തമാനത്തിനോ ഒന്നിനും അവിടെ സ്ഥാനമില്ല. അത് കേവലം സദാശിവമയമാണ്. അവിടെ ഒരിടത്തും അമംഗളങ്ങളില്ല. സുഖാനുഭവം അവിടെ പൂർണ്ണമാവുകയും ചെയ്യുന്നു. തനിക്ക് ഇത് അനുഭവപ്പെടണമെന്നാണ് ഭക്തൻ 1-ാം പദ്യത്തിൽ കൂടി ആവശ്യപ്പെടുന്നത്. അർത്ഥവ്യാഖ്യാനം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ എപ്പിസോഡ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും ഞങ്ങളെ അറിയിക്കുക. അടുത്ത ഞായറാഴ്ച സദാശിവ ദർശനത്തിൻ്റെ 2-ാം ശ്ലോകത്തിൻ്റെ അർത്ഥവ്യാഖ്യാനവുമായി ഞങ്ങൾ എത്തുന്നു. നമസ്തേ.